ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകട വാർത്ത കേട്ട ഞെട്ടലാണ് രാജ്യം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് രാജ്യത്തെ നടുക്കിയ അപകടം ഉണ്ടായത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് 787 ഡ്രീം ലൈനറാണ് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണ് അഗ്നിഗോളമായത്. സമീപത്തുള്ള ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങിയായിരുന്നു. 12 ജീവനക്കാരടക്കം 242 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 169 ഇന്ത്യക്കാരും 52 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായരും മരിച്ചിരുന്നു. ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. ഇതൊക്കെ മലയാളികളെയും സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടതും പിന്നെ ഫ്ലൈറ്റ് മിസ്സായ ഒരാളുടെ ഭാഗ്യവും ഒക്കെ വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. ഈ അവസരത്തിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിലും ഇങ്ങനെയും ചില ഭാഗ്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് വാർത്തകളിൽ. ഇപ്പോഴിതാ മരിച്ചവരുടെ ആശ്രിതർക്ക് ഇൻഷുറൻസ് തുക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവുകളും വന്നിട്ടുണ്ട്. 360 കോടി രൂപയാണ് ഇൻഷുറൻസ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഓരോ കുടുംബത്തിനും എയർ ഇന്ത്യ 1.5 കോടി രൂപ നൽകും. 1 കോടി രൂപയുടെ സഹായധനം ടാറ്റയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്നും ഈ അപകടങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. സിനിമാ ലോകത്തും അങ്ങനെ ചില വേദനകൾ ഈ അപകടങ്ങളിലൂടെ തന്നിട്ടുമുണ്ട്. അത്തരം അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട സെലിബ്രിറ്റികളെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് സിനിമാ ലോകം. മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരിയായ ബാലതാരം തരുണി സച്ചിദേവിന് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു വിമാന അപകടത്തിലാണ്. 2012 മെയ് 14 നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിലാണ് 14-കാരിയായ തരുണിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. തരുണിക്കൊപ്പം അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. 14 വയസ്സിനുള്ളിൽ ബോളിവുഡിൽ അടക്കം അഭിനയിച്ച് കഴിഞ്ഞിരുന്നു തരുണി. ചൈൽഡ് മോഡലായാണ് തുടക്കം. പിന്നീട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു. രസ്ന എന്ന സോഫ്റ്റ് ഡ്രിങ്കിന്റെ പരസ്യത്തിലൂടെയാണ് തരുണി ആരാധകരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ രസ്ന ഗേൾ എന്നാണ് താരം അറിയപ്പെട്ടിരുന്നത്. മുംബൈയിൽ വ്യവസായിയായ ഹരീഷ് സച്ചിദേവിന്റെയും ഗീത സച്ചിദേവിന്റെയും മകളായാണ് തരുണിയുടെ ജനനം. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മരിക്കുമ്പോൾ തരുണി. മലയാള സിനിമയിലൂടെയാണ് തരുണി സിനിമാ അഭിനയം തുടങ്ങിയത്. ആദ്യ സിനിമ പൃഥ്വിരാജിന്റെ വെള്ളി നക്ഷത്രമായിരുന്നു. പിന്നീട് സത്യം എന്നൊരു മലയാള സിനിമയിൽ കൂടി അഭിനയിച്ചു. ശേഷമാണ് ബോളിവുഡിലേക്ക് ചേക്കേറുന്നത്. അമിതാഭ് ബച്ചനൊപ്പം പാ എന്ന സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ തരുണി അവതരിപ്പിച്ചിരുന്നു. തമിഴിൽ വെട്രിസെൽവം എന്നൊരു സിനിമയും ചെയ്തിരുന്നു. നേപ്പാൾ യാത്ര പുറപ്പെടും മുമ്പ് മരണം മുൻകൂട്ടി അറിഞ്ഞതുപോലെയാണ് തരുണി സുഹൃത്തുക്കളോട് സംസാരിച്ചത്. ഞാൻ നിങ്ങളെ അവസാനമായി കാണുകയാണ് എന്നാണ് യാത്ര പറഞ്ഞതത്രേ തരുണി. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് കൂട്ടുകാർ തിരിച്ചു ചോദിച്ചപ്പോൾ തമാശയ്ക്ക് എന്നായിരുന്നു തരുണിയുടെ മറുപടി. പക്ഷെ കൂട്ടിത്താരത്തിന്റെ വാക്കുകൾ അറമ്പറ്റിയതുപോലെയാണ് പിന്നീട് മരണവാർത്ത എത്തിയത്. പിന്നീട് ഏറ്റവും ഞെട്ടിപ്പിച്ചത് തെന്നിന്ത്യൻ താരസുന്ദരിയായ നടി സൗന്ദര്യയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഒരു വിമാന അപകടത്തിൽ എന്നതായിരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സഹോദരൻ അമർനാഥിനൊപ്പം ബാംഗ്ലൂരുവിൽ നിന്നും കരീംനഗറിലേക്ക് വിമാനയാത്ര പുറപ്പെട്ടതായിരുന്നു സൗന്ദര്യ. പറന്നുയർന്ന് വൈകാതെ തന്നെ കാർഷിക ശാസ്ത്ര സർവകലാശാലയുടെ ക്യാമ്പസിലേക്ക് തകർന്നു വീണു. മലയാളിയായ ഒരു പൈലറ്റും വിമാനാപകടത്തിൽ മരിച്ചു. മരിക്കുമ്പോൾ നടി 2 മാസം ഗർഭിണിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നടിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നത് സംബന്ധിച്ചുള്ള കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് 1985 എയർ ഇന്ത്യ വിമാനം 182 ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ നടൻ ഇന്ദർ താക്കൂർ ആയിരുന്നു. അപകടത്തിൽ 329 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നടനൊപ്പം ഭാര്യയും കുട്ടികളും കൊല്ലപ്പെട്ടു. മരിക്കുമ്പോൾ വെറും 35 വയസ്സ് മാത്രമായിരുന്നു ഇന്ദർ താക്കൂറിന്റെ പ്രായം. ഗായികയും നടിയുമായ ആലിയ മരിച്ചതും ഒരു വിമാന അപകടത്തിലാണ്. 2001 ഓഗസ്റ്റ് 25 ബഹാമാസിൽ ഉണ്ടായ വിമാനാപകടമാണ് ആലിയയുടെ ജീവൻ കവർന്നത്. കൂടാതെ ഈ അവസരത്തിൽ ഉയർന്നുവരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. എയർ ഇന്ത്യ 171 എന്ന വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ഈ വേളയിൽ 1976 ആദ്യത്തെ മിസ് കേരളയായ നടി റാണി ചന്ദ്ര അടക്കം 95 യാത്രക്കാർ കൊല്ലപ്പെട്ട മുംബൈ മദ്രാസ് ഇന്ത്യൻ എയർലൈൻസ് വിമാനാപകടം വീണ്ടും ചർച്ചയാവുന്നത്. 1976 ഒക്ടോബർ 12 വിമാന ദുരന്തമുണ്ടായത്. ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം മുംബൈ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിക്കുകയായിരുന്നു. സംഭവത്തിൽ റാണി ചന്ദ്രയും റാണിയുടെ ഡാൻസ് ട്രൂപ്പ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള 89 യാത്രക്കാരും 6 ജീവനക്കാരും കൊല്ലപ്പെട്ടു. ആ വിമാനത്തിന്റെയും നമ്പർ 171 എന്നതാണ് പുതിയ ചർച്ചയ്ക്ക് കാരണമാകുന്നത്. റാണി ചന്ദ്രയുടെ വിയോഗത്തെ ചൊല്ലി അന്ന് ഏറെ നിഗൂഢതകളും ഉയർന്നിരുന്നു. ദുബായ് അടക്കം 5 രാജ്യങ്ങളിലെ നൃത്ത പരിപാടിക്ക് ശേഷമായിരുന്നു റാണി ചന്ദ്ര മുംബൈയിൽ എത്തിയത്. ഈ പരിപാടികളെല്ലാം കൊല്ലം കാരാളിമുക്ക് സ്വദേശിയായ സജാദ് തങ്ങൾ ആയിരുന്നു സംഘടിപ്പിച്ചത്. ചില തിരക്കുകൾ മൂലം സംഘാടകനായ സജാദിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. തന്നിലേക്ക് അന്വേഷണം വരുമോ എന്ന് ഭയന്ന സജാദ് നാട്ടിലേക്ക് മടങ്ങിയതുമില്ല. എന്നാൽ ഈ അപകടത്തിൽ സജാദും കൊല്ലപ്പെട്ടു എന്നായിരുന്നു നാട്ടുകാരും സുഹൃത്തുക്കളും ധരിച്ചിരുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം 2021 സജാദ് തിരികെ കേരളത്തിലെത്തിയത്.